നമസ്കാരം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം പറട്ടെ. ദൈവം മനുഷ്യനെ പൊടിയിൽ നിന്ന് ഉണ്ടാക്കി, മണ്ണ് കൊണ്ടുണ്ടാക്കി. മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർത്തു. ഭൂമിയിലെ ഒന്നാമത്തെ മനുഷ്യൻ ആദാം. വചനം പറയുന്നു, അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ജീവജാലങ്ങളെയും പ്രപഞ്ചത്തെയും യഹോവയായ ദൈവം വിളിച്ചു വരുത്തിയപ്പോൾ അവൻ തൻ്റെ കൈകൊണ്ട് തൻ്റെ സദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. അങ്ങനെയെങ്കിൽ ഒരു പുതിയ അപ്ഡേഷൻ വന്നിരിക്കുകയാണ്, ഒരു പുതിയ കണ്ടുപിടുത്തം വന്നിരിക്കുകയാണ്. പരിണാമം വഴിയാധാരമായി നിൽക്കുമ്പോൾ വേദപുസ്തക സത്യങ്ങൾ കൃത്യമായി വിശ്വാസമായി പരിണമിച്ചിരിക്കുമ്പോൾ ഒരു പുതിയ കണ്ടുപിടുത്തം ക്ലബ് ഹൗസിലെ കത്തോലിക്ക സഭയുടെ ആഗോള വ്യാപകമായ അപ്പോളജറ്റ് ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി. നമുക്ക് അതിലേക്ക് പോകാം. വരട്ടെ വീഡിയോ. നിങ്ങൾ എത്ര നിന്ന് കൈകൊട്ടിയാലും ഈ ഒരു എക്സ്പീരിയൻസിലേക്ക് വരണമെങ്കിൽ അതൊരു മുജ്ജന്മ സുഹൃതം എന്നൊക്കെ പറയാം. അതേടോ, മുജ്ജന്മ സുഹൃതം വേണം. മുജ്ജന്മ സുഹൃതം. ഒന്നും മനസ്സിലായില്ലല്ലേ? ഒന്നും മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ ഒന്ന് കാണാൻ പോകാം. പിതാക്കന്മാർ ജനിച്ച ആ ദിവസത്തിലേക്ക് നമുക്ക് പോകാം. വരട്ടെ നമ്മുടെ പിതാക്കന്മാർ. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന എല്ലാവരോടും കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒരു ക്രിസ്ത്യൻ അപ്പോളജറ്റിക് വീഡിയോ ആണ്. അപ്പോൾ ഈ പിതാക്കന്മാരെല്ലാം മരിച്ച് ബെസ്പൂർഖാനയിൽ പോയി കിടക്കുകയാണ്. ഈ പിതാക്കന്മാർക്ക് വേണ്ടി നമ്മളിവിടെ മെഴുകുതിരികളും പിന്നെ കൂദാശകളും നമ്മളിവിടെ സൽക്കർമ്മങ്ങളും ചെയ്യുമ്പോൾ ഈ ബെസ്പൂർഖാനയിൽ കിടക്കുന്ന നമ്മുടെ പിതാക്കന്മാർ തികച്ചും അവരെ ശുദ്ധീകരിച്ച് ദൈവം അങ്ങോട്ട് എടുക്കും. അപ്പോൾ നമ്മളെ പിതാക്കന്മാരെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മളെ പിതാക്കന്മാരെ ഓർത്തുകൊണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ കടപ്പെട്ടവരാണ്. അപ്പോൾ നമുക്ക് ആ കണ്ടുപിടുത്തത്തിലേക്ക് നമുക്ക് പോകാം. വരട്ടെ, ഒരു മനോഹരമായ കണ്ടുപിടുത്തം അപ്പോളജറ്റായ കിസൻ നിങ്ങൾക്ക് വേണ്ടി. ഹോമോസാപ്പിയൻ, മനുഷ്യ ശരീരത്തോടു കൂടിയ കുരങ്ങനെ ദൈവം രൂപപ്പെടും. കുരങ്ങ് വംശത്തെ രൂപപ്പെടും. അതൊരു കുരങ്ങാണ്. പക്ഷെ അതിനെന്തുണ്ട്? മനുഷ്യ ശരീരമുണ്ട്, ജീവൻ മാത്രമേ ഉള്ളൂ, അതിന് വാസന മാത്രമേ ഉള്ളൂ, മനുഷ്യനെ പോലെ സ്വതന്ത്രം ബുദ്ധി. ഇത്രയും കാര്യങ്ങൾ ദൈവം മണ്ണിൽ നിന്നാണ് രൂപപ്പെടുത്തിയത്. പക്ഷേ ഈ മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തിയ ഹോമോസാപ്പിയൻസ് എന്ന മൃഗപരമ്പരയിലെ ഒരു കുഞ്ഞിനെ ദൈവം എടുത്തു. ആ കുഞ്ഞിന്റെ ശരീരം ഇങ്ങെടുത്തിട്ട് അവിടെ ദൈവത്തിന്റെ ഒരു മിറക്കിൾ നടക്കുന്ന കാണാൻ പറ്റും. ദൈവം നേരിട്ട് ഊതി എന്ന് പറഞ്ഞത് മനുഷ്യാത്മാവിനെ ആ കുരങ്ങൻ കുഞ്ഞിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് ആ കുരങ്ങൻ കുഞ്ഞിന് മനുഷ്യന്റെ തലച്ചോറുള്ള ഒരു യഥാർത്ഥ ആദമായി ജനിക്കാനുള്ള സാഹചര്യം ഉണ്ടായി.
അപ്പോൾ ആദാമിനെ ഹോമോസാപ്പിയസിനെ എടുത്ത്, ഒരു കുരങ്ങനെ എടുത്ത് ഊതി ആദാമാക്കി. എങ്ങനെയുണ്ട്? ക്ലബ് ഹൗസിൽ കത്തോലിക്ക സഭയുടെ ആഗോള അപ്പോള ജെറ്റായിരിക്കുന്ന, എല്ലാവരെയും വട്ടൻ കോളനി എന്നൊക്കെ വിളിച്ച് കത്തോലിക്ക സഭയിൽ നിന്ന് നല്ലപോലെ ഫലം കായ്ക്കുന്ന ഈ വ്യക്തിയെ ഞാൻ വിളിക്കുന്നത് വട്ട് ടിസൻ എന്നാണ്. വട്ട് ടിസൻ പറയുന്നു, കുരങ്ങനും കുരങ്ങത്തിയാണ് ആദാമിൻ്റെയും ഹവ്വയുടെയും പൂർവ്വപിതാവ്. എന്നാൽ ബൈബിൾ എന്ന് പറയുന്നു, ദൈവം തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ തീർക്കുകയും മൂക്കിൽ ജീവശ്വാസമൂതി ജീവനുള്ള ദേഹിയായി തീർക്കുകയും ചെയ്തു. ആദാം ആരുടെ മകൻ? വാക്യം ഇതാ കിടക്കുന്നു, അവൻ ദൈവത്തിൻ്റെ മകൻ. സൂക്ഷിക്കുക, ഈ വട്ടന്മാരെ സൂക്ഷിക്കുക, അകറ്റി നിർത്തുക. കത്തോലിക്ക സഭ നല്ലപോലെ ഫലം കായ്ക്കട്ടെ. സത്യവിശ്വാസികൾ തിരുവെഴുത്തുകളെ മുറുകെ പിടിക്കുക. ഗോഡ് ബ്ലസ് യു. സാഹചര്യം ഉണ്ടായി. അപ്പൊ ഒരു ചോദ്യം വരും, ആദത്തിന്റെ അമ്മയാർ? ആദത്തിന്റെ അമ്മ ഹോമോസാപ്പിയനായ ഒരു ആരാണ്? ഒരു കുറങ്ങത്തി. അപ്പം ഉള്ള സാഹചര്യം ഉണ്ടായി. അപ്പൊ ഒരു ചോദ്യം വരും, ആദത്തിന്റെ അമ്മയാർ? ആദത്തിന്റെ അമ്മ ഹോമോസാപ്പിയനായ ഒരു ആരാണ്? ഒരു കുറങ്ങത്തി.